ആ കാര്യത്തിൽ ഇപ്പോൾ ഓട്ടോറിക്ഷ തൊഴിലാളികൾ ഏറെ മാതൃകാപരമായി ഇന്നൊരു ഉത്തരവാദിത്തം ഏറ്റെടുത്ത് നിർവഹിക്കുകയാണ്. അങ്കമാലി ഏരിയയിലെ മുഴുവൻ ഓട്ടോറിക്ഷ തൊഴിലാളികളും ഈ സംരംഭത്തോട് സഹകരിച്ചുകൊണ്ട് ഇന്നേ ദിവസം അവര് ഓടി കിട്ടുന്ന തുക നമ്മുടെ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ച് നടത്തുന്ന ഈ പ്രവർത്തനം ഏറെ മാതൃകാപരമാണ്. അതിന് CAT യൂണിയൻ മുൻതൂക്കം കൊടുക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും മനുഷ്യത്വപരമായി ഈ വയനാട് ദുരന്തത്തെ നമ്മുടെ യൂണിയൻ കാണുന്നു എന്നുള്ളത് കൊണ്ടുകൂടിയാണ് മറ്റേതൊരു സംഘടനയേക്കാൾ പ്രാധാന്യത്തോടു കൂടി നമ്മൾ ഈ ദുരിതാശ്വാസ നിധി കളക്ട് ചെയ്ത് കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത്. ഇതിന് സന്നദ്ധമായ ഒരു ദിവസത്തെ എന്റെ ഓട്ടം പോയി, അതിനാവശ്യമായ തുക പോയി എന്ന് നമ്മൾ വിഷമിക്കേണ്ട കാര്യമില്ല. അതിനേക്കാൾ എത്രയോ മടങ്ങ് ഒരു മനുഷ്യത്വം നമ്മൾ ഈ സമൂഹത്തോട് കാണിക്കുകയാണ്. ആ മനുഷ്യത്വം ഉണ്ടായാൽ മാത്രമാണ് നമ്മൾ ഈ മണ്ണിൽ ഈ ഭൂമിയിൽ ജീവിച്ചു എന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. വെള്ളപ്പൊക്ക കാലത്തും അതോടൊപ്പം തന്നെ കോവിഡ് കാലത്തെല്ലാം തന്നെ നമ്മൾ ആ മനുഷ്യത്വപരമായ സമീപനം നമ്മുടെ സഹജീവികളുടെ ഭാഗത്ത് ഉണ്ടായിട്ടുണ്ട്. ആ കേരളത്തിന്റെ മനസ്സ് നമ്മൾ ഒത്തുപിടിച്ച് എല്ലാ മനുഷ്യരെയും ജാതിയുടെയും മതത്തിന്റെയും രാഷ്ട്രീയത്തിന്റെയും എല്ലാ അതിർവരമ്പുകൾ അപ്പുറം നമുക്ക് മുന്നോട്ട് പോകേണ്ടതുണ്ട്. ഇപ്പൊ ഇവിടെ തന്നെ സ്റ്റാൻഡിൽ തന്നെയുള്ള ഒരു പ്രവർത്തകൻ, ഓട്ടോറിക്ഷ ഡ്രൈവർ സനീഷ് വയനാട് പോയി ഏറെ മാതൃകാപരമായി അവിടെ പ്രവർത്തിച്ച ഒരു വ്യക്തിത്വമാണ്. അദ്ദേഹത്തെ ആദരിക്കുന്നുണ്ട്. അപ്പൊ അതെല്ലാം ചെയ്യുന്നു എന്നുള്ളത് സന്നദ്ധയുടെ കാര്യമാണ്. ആ സന്നദ്ധ മനസ്സുമായി വയനാട് പോയ സനീഷിനെ പ്രത്യേകം ആ ദുരിതാശ്വാസ മേഖലയിൽ പോയി പ്രവർത്തിക്കാൻ കാണിച്ച സന്നദ്ധയെ ഏറെ ബഹുമാനത്തോടുകൂടി ആ വ്യക്തിയെ, സനീഷിനെ അഭിനന്ദിക്കുകയാണ്. എല്ലാവരുടെയും പേരിൽ ആ വ്യക്തിയെ നമ്മൾ ഈ യോഗത്തിൽ വെച്ച് അഭിനന്ദിക്കുകയാണ്. അതോടൊപ്പം തന്നെ നമ്മളുടെ ഈ പ്രവർത്തനങ്ങളിൽ എല്ലാവരും സഹകരിച്ചുകൊണ്ട് ഇന്ന് വൈകിട്ട് ഈ തുകയെല്ലാം കളക്ട് ചെയ്ത് നാളെ തന്നെ അത് ബാങ്ക് മുഖാന്തരം ദുരിതാശ്വാസ നിധിയിലേക്ക് കൊടുക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങളിൽ കൂടി നിങ്ങൾ ഭാഗവാക്കായി മാറട്ടെ എന്ന് കൂടി ആശംസിച്ചുകൊണ്ട് ഇതിനെ തുനിഞ്ഞിറങ്ങിയ യൂണിയന്റെ നേതൃത്വത്തെ പ്രത്യേകം അവരെ കൂടി ഇവിടെ അഭിമാനകരമായ നേതൃത്വമാണെന്ന് കൂടി ഇവിടെ സൂചിപ്പിച്ചുകൊണ്ട് അവരെ കൂടി അഭിനന്ദിച്ചുകൊണ്ട് നമ്മുടെ ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യാൻ ഞാൻ പ്രഖ്യാപിച്ചുകൊണ്ട് വാക്കുകൾ അവസാനിപ്പിക്കുന്നു. പ്രിയപ്പെട്ടവരെ, അഭിവാദ്യങ്ങൾ. വരുന്ന മനുഷ്യരായിട്ടുള്ള വ്യക്തിത്വങ്ങൾ വയനാടുണ്ടായിട്ടുള്ള ദുരന്തത്തോടൊപ്പം ചേർന്ന് നിൽക്കുകയാണ്. പറഞ്ഞറിയിക്കാൻ കഴിയുന്നതോ സമാനതകൾ ഇല്ലാത്തതുമായിട്ടുള്ള ദുരന്തമാണ് വയനാടിൽ സംഭവിച്ചിട്ടുള്ളത്. പ്രിയപ്പെട്ടവരെ നഷ്ടപ്പെട്ടു പോയ മനുഷ്യരും ജീവിതത്തിൽ ഇതുവരെ സ്വരുക്കൂട്ടിയതെല്ലാം ഒരു കുത്തൊഴുക്കിനകത്ത് മൺമറഞ്ഞു പോകേണ്ടി വരുന്ന കാഴ്ച കാണേണ്ടി വന്ന മനുഷ്യരുമെല്ലാം വയനാടിനകത്ത് നമുക്ക് കാണുകയാണ്. കേരളത്തിന്റെ ചരിത്രത്തിനകത്ത് വലിയ പ്രളയം എല്ലാം നമ്മുടെ നാട്ടിനകത്ത് ഉണ്ടായിട്ടുണ്ടെങ്കിലും ഇതേപോലെ മനുഷ്യർക്ക് നാശമുണ്ടാകുന്ന ഒരു ദുരന്തം ഇതാദ്യമായിട്ടാണ്. അപ്പൊ അതിനോട് നമ്മുടെ നാട്ടിലെ മുഴുവൻ ആളുകളും ചേർന്ന് നിൽക്കുമ്പോൾ ഓട്ടോറിക്ഷ തൊഴിലാളികളും അതിന്റെ ഭാഗമാകുകയാണ്. കഴിഞ്ഞ 2018 പ്രളയത്തിലും നമ്മൾ മാതൃകപരമായി ഈ സമീപനം സ്വീകരിക്കുകയുണ്ടായി. 1,50,000 രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നമ്മൾ കൊടുക്കുകയുണ്ടായി. കൂട്ടത്തിൽ ആ ദുരന്തം നമ്മുടെ നാടാകെ വന്ന ഒരു ഘട്ടമാണ്. ആ ഘട്ടത്തിനകത്ത് അങ്കമാലി മേഖലയ്ക്കകത്ത് 83 തൊഴിലാളികൾ ആ പ്രളയത്തിനകത്ത് അവരുടെ വാഹനം, വീട്, അവരുടെ കുട്ടികളുടെ പഠനോപകരണം എല്ലാം നഷ്ടപ്പെട്ടു പോകുന്ന സ്ഥിതിയുണ്ടായി. ആ തൊഴിലാളികൾക്കും നമ്മൾ സഹായം ചെയ്തു കൊടുക്കാൻ ആ ഘട്ടത്തിൽ നമ്മൾ നടത്തിയ പ്രവർത്തനത്തിന്റെ ഭാഗമായി നമുക്ക് കഴിഞ്ഞു. ഈ ഓട്ടോറിക്ഷ തൊഴിലാളിക്ക് നൽകാണെന്ന് പറഞ്ഞുകൊണ്ട് പൈസ കൊടുക്കുകയുണ്ടായി. അങ്ങനെ ഈ കേരളമാകെ, അതല്ലെങ്കിൽ മലയാളികളാകെ, ലോകമാകെ ഈ പ്രകൃതിക്ഷോഭത്തെ ആ പ്രദേശത്തെ ജനങ്ങളെ സഹായിക്കാൻ വേണ്ടി മുന്നിട്ടിറങ്ങുകയാണ്. അതിന്റെ ഭാഗമായിട്ട് നമ്മുടെ ഓട്ടോറിക്ഷ തൊഴിലാളികൾ ഇന്ന് ജില്ലയിലാകെ ഇത്തരത്തിലുള്ള ഈ പ്രവർത്തനം ഏറ്റെടുത്ത് മുന്നോട്ട് വന്നിരിക്കുകയാണ്. ഇങ്ങനെ വന്നിട്ടുള്ള മുഴുവൻ തൊഴിലാളികളെയും പ്രത്യേകം അഭിവാദ്യം ചെയ്തുകൊണ്ട് അഭിനന്ദിച്ചുകൊണ്ട് വാക്കു ചുരുക്കുന്നു. ഒപ്പം തന്നെ നമ്മുടെ ഒരു ഓട്ടോറിക്ഷ തൊഴിലാളി, ഇവിടെ കക്ഷി രാഷ്ട്രീയ ജാതി മതഭേദമൊന്നുമില്ല, എല്ലാവരും ഒറ്റക്കെട്ടാണ്. അതുകൊണ്ടാണ് നമ്മുടെ നഗരസഭ, കോൺഗ്രസ് ആണോ നഗരസഭ ഇരിക്കുന്നെങ്കിൽ പോലും നമ്മുടെ എല്ലാ അഭ്യർത്ഥന മാനിച്ച് 10 ലക്ഷം രൂപ മുഖ്യമന്ത്രി ദുരിതാശ്വാസത്തിലേക്ക് കൊടുക്കാൻ തീരുമാനിച്ചു. അതുപോലെ നമ്മുടെ ഇവിടുത്തെ ഒരു തൊഴിലാളി വയനാട് ചൂരൽമലയിൽ ഈ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിലെല്ലാം ഏർപ്പെട്ട്, ജീവൻ രക്ഷാ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ട് മാതൃകാപരമായ പ്രവർത്തനം നടത്തി വന്നിട്ടുണ്ട്. ആ തൊഴിലാളിയെയും ഇവിടെ നമ്മൾ അഭിനന്ദിക്കുകയാണ്. ആ പ്രിയ സുഹൃത്തിനെ
പ്രത്യേകം അഭിനന്ദിച്ചുകൊണ്ട് വാക്ക് ചുരുക്കുന്നു. ഏറ്റുവാങ്ങുകയും ചെയ്യണ്ടായി. നിരവധി ആളുകൾ, പ്രത്യേകിച്ച് ഈ പെൻഷൻ കിട്ടി അതുകൊണ്ട് മാത്രം ജീവിക്കുന്ന നിരവധി ആളുകൾ നമ്മളെയൊക്കെ വിളിച്ച് ഇത്തരത്തിലുള്ള സഹായം ഞങ്ങൾ കൊടുക്കാൻ തയ്യാറാണ് എന്ന് പറയുന്ന സ്ഥിതിയുണ്ട്. നമ്മളെ ബെസ്റ്റ് ജീവനക്കാർ കഴിഞ്ഞ 3-4 ദിവസമായിട്ട് അവർ ഓടി ആ കിട്ടിയ വരുമാനം അങ്ങനെ തന്നെ വയനാട് ഫണ്ടിലേക്ക് മാറ്റുന്ന സ്ഥിതി ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയും. ഇതുപോലെ തന്നെയാണ് നമ്മുടെ ഓട്ടോറിക്ഷ പ്രവർത്തകരും. എനിക്ക് തോന്നുന്നത് നിങ്ങളുടെയൊക്കെ വരുമാനം നമുക്കറിയാം, തുച്ഛമായ ഒരു വരുമാനമാണ് നമുക്ക് എല്ലാവർക്കും ഉള്ളത്. രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാൻ പ്രയാസപ്പെടുന്ന തൊഴിലാളികളാണ് അങ്കമാലിയിൽ മാത്രമല്ല ഈ കേരളത്തിൽ മുഴുവൻ ഓട്ടോറിക്ഷ തൊഴിലാളികളും. അപ്പൊ അവർ കാണിച്ച ഈ മഹാമനസ്കത, തങ്ങളുടെ വരുമാനത്തിന്റെ ആ മുഴുവൻ തുകയും വയനാട് ദുരന്തത്തിൽപ്പെട്ട പാവപ്പെട്ട ആളുകൾക്ക് കൊടുക്കാൻ തീരുമാനിച്ച ഓട്ടോറിക്ഷ തൊഴിലാളികളുടെ ആ ധീരോത്തമായ ആ മാതൃകപരമായ പ്രവർത്തനത്തെ അങ്കമാലി പാർട്ടി ലോക്കൽ കമ്മിറ്റിക്ക് വേണ്ടി പ്രത്യേകം അഭിനന്ദിക്കുന്നു. നിങ്ങളെല്ലാവരെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ ഒന്നിച്ചൊന്നായി അണിചേരുന്നു. സിന്ദാബാദ്.